എല്ലാവർക്കും സുഖമല്ലേ? പടവലങ്ങയും തൈരും വെച്ച് ഊണിന് കൂട്ടാൻ പറ്റിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള കൂട്ടാനാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. ഒരു പടവലം എടുത്തിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്ത് ചെറിയ ചെറിയ പീസായിട്ട് നുറുക്കി എടുത്തിട്ട് വരാം. പടവലം നുറുക്കിയെടുത്തു. ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ പോവുക. വെള്ളത്തിലല്ല കേട്ടോ വേവിക്കുക, ആവി ഏറ്റിയിട്ടാണ് പടവലം വേവിച്ചെടുക്കുക. 10 മിനിറ്റോളം ആവും വെന്ത് കിട്ടാനായിട്ട്. പടവലം വേവുമ്പോഴേക്ക് നമുക്ക് 2-3 സാധനം ചതച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ ചിരകിയ നാളികേരം കൂടെ ഉണ്ടാട്ട, ചെറിയ കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക്, 5-6 കുരുമുളക്, അതേപോലെ തന്നെ കുരുമുളകും കൂടെ എടുത്തിട്ട. ഇതാദ്യം നമുക്ക് ചതച്ചെടുത്തിട്ട് വരാം. ചതച്ച നാളികേരത്തിന്റെ കൂടെ 1 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. ഇതും ചേർത്ത് ഒന്നും കൂടി ചതച്ചെടുത്തിട്ട് വരാം. എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെച്ചിട്ട് പടവലം വെന്തോ നോക്കാം. പടവലം നല്ലോണം വെന്ത് കിട്ടിയിട്ട് പെട്ടെന്ന് വേവും. 10 മിനിറ്റ് ഞാൻ പറഞ്ഞേ ഉള്ളൂ, അതിന്റെ അടുത്താവേ ഉള്ളൂ. ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. വറുത്തിടാനായിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ചുവന്ന മുളക്, കുറച്ച് വേപ്പില. ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് തണുത്തതിന് ശേഷം വേണം നമുക്ക് പടവലങ്ങയിൽ ചേർക്കാനായിട്ട്. പടവലം നല്ലോണം തണുത്തുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ചതച്ച് വെച്ചേക്കണ നാളികേരത്തിൻ്റെ മിക്സ് ചേർക്കാം. എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. 1/4 കപ്പ് ആവശ്യത്തിന് പുളിയുള്ള തൈര് ചേർക്കുന്നുണ്ട്. എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കടുക് പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിച്ചത് ഒന്ന് തണുത്തതിന് ശേഷം വേണം കേട്ടോ അതിലേക്ക് ചേർക്കാനായിട്ട്. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റും. ഞങ്ങളിതിനെ തൊടുകൂട്ടാൻ എന്നാണ് പറയുക. എല്ലാവരും ഈ തൊടുകൂട്ടാൻ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.